എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മട്ടൻ ചുക്കയാണ് കേട്ടോ. നല്ലോണം വരട്ടിയെടുത്തിട്ടുള്ള ഒരു മട്ടൻ ചുക്കയാണ്. മട്ടൻ വെച്ച് നമ്മൾ പല തരത്തിൽ ചെയ്യുന്നതല്ലേ, പക്ഷേ ഇങ്ങനെ ഒരു തവണ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തിൻ്റെ കൂടി അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു മട്ടൻ ചുക്ക എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം 1.5 കിലോളം മട്ടൻ കഴുകി വൃത്തിയാക്കി ഊറ്റി വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞ് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കാരണം മട്ടനിലൊക്കെ വെള്ളം ധാരാളം ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ കഴുകിയ വെള്ളം കൂടി ആകുമ്പോൾ കറിയിൽ ഒരുപാട് വെള്ളം അധികമാവും. ആ മട്ടൻ ഞാനൊരു കുക്കറിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മട്ടനിൽ തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഇനി നമുക്ക് അടച്ചു വെച്ച് നന്നായി വേവിക്കാം. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് 4-5 വിസിൽ വരെ വെക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വേണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ഫുൾ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതും അത്യാവശ്യം വലുപ്പമുള്ള ഇഞ്ചിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇതൊന്ന് ചതച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തന്നെ നമുക്കൊന്ന് ഇതുപോലെ ചതച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞ പോലെ ചതഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മസാല വറുത്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3-4 ഗ്രാമ്പു, 2 ഏലക്ക, അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പട്ട, 3/4 ടീസ്പൂണോളം പെരുംജീരകം, പിന്നെ നമുക്ക് വേണ്ടത് മുഴുവൻ മല്ലിയാണ്. ഈ മല്ലി ഇട്ടിട്ട് തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ. മല്ലിപ്പൊടി ഇട്ടാൽ ഈ ഒരു സ്വാദ് കിട്ടില്ല. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് മുഴുവൻ മല്ലി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക്, ഞാനൊരു 5-8 മുളക് ചേർക്കുന്നുണ്ട് കേട്ടോ, എരിവുള്ള മുളക്. ഒപ്പം തന്നെ കാശ്മീരി മുളകും നല്ല കളർ കിട്ടാൻ വേണ്ടി 2 എണ്ണം ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സ്പൈസി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് തന്നെ ഒരല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് നമുക്കൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഫ്ലെയിം കൂട്ടി വഴറ്റിയാൽ നമുക്ക് മല്ലി ആ ഒരു സ്വാദ് കിട്ടില്ല. ഇപ്പോൾ ഏകദേശം നന്നായി മല്ലിയെല്ലാം മൂത്ത് വന്നു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇരുന്ന് കരിഞ്ഞു പോകും. അപ്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഒരു പാൻ അടുപ്പത്ത് വെച്ച്, ഒരു നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഒന്നും കൂടി നല്ലത് കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നാളികേരക്കൊത്ത്, ഇത് ഇഷ്ടമുള്ളവർക്ക് ഇനിയും ചേർക്കാം. നാളികേരക്കൊത്ത് എത്രത്തോളം ചേർക്കണോ അത്രത്തോളം ഈ ഒരു മട്ടൻ ചുക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് വിട്ട് കളർ മാറി വരുന്ന സമയം ആവശ്യമുള്ള ഇപ്പോൾ ആയിട്ടുണ്ട്. ഈ സമയത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒപ്പം ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 3-4 വറ്റൽമുളകും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് നിൽക്കണം ഈ ഒരു ചുക്കയ്ക്ക്. ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി നല്ലോണം വറുത്ത് നല്ല കളറ് മാറി വരുന്ന സമയത്ത് വേണം കേട്ടോ നമ്മൾ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാൻ. അതല്ലെങ്കിൽ അത്ര തന്നെ ഈ ചുക്കയ്ക്ക് സ്വാദുണ്ടാവില്ല. ഇപ്പം നന്നായി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വളരെ കനം കുറഞ്ഞരിഞ്ഞ ഒരു 5 മീഡിയം സൈസിലുള്ള സവോളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു മട്ടൻ ചുക്ക നന്നായി അതിലെ മസാല പൊതിഞ്ഞിരിക്കുന്ന ടൈപ്പിലുള്ള ഒരു ചുക്കയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള സവോള 5 എണ്ണം വേണം കേട്ടോ. ചിലവർക്ക് അതിങ്ങനെ പെരണ്ടിരിക്കുന്നത് അധികം ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു സവോള വേണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ മസാലകളുടെ ഇഷ്ടത്തിനനുസരിച്ച് സവോളയുടെ അളവ് കൂട്ടാം കേട്ടോ. ഇപ്പോൾ 5 എണ്ണം കറക്റ്റ് പാകമാണ്. ഇപ്പം നന്നായി വഴറ്റി ഇതുപോലെ നമുക്ക് വഴണ്ടി കിട്ടണം കേട്ടോ. ഇതുപോലെ കളറ് മാറി വഴണ്ടി വരുമ്പോൾ കണ്ടോ, ആകെ 5 എണ്ണം ചേർത്തിട്ട് ആകെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉള്ളി നന്നായി വഴറ്റുന്നതിന് മുൻപ് മസാല ചേർക്കരുത് കേട്ടോ. നന്നായി വഴറ്റിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നേരത്തെ വറുത്ത് മാറ്റി വെച്ച മസാല കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതാണ്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും അതുപോലെ മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൊട്ടറ്റോ ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 4-5 വിസിൽ വരെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് മട്ടൻ വേവിച്ചെടുക്കുക. ഇനി മട്ടൻ ഏകദേശം ഒരു 90% വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഈ മസാലയൊക്കെ ചേർന്ന് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ ഈ സമയത്ത്. ഇനി നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കണം. ഈ ഉരുളക്കിഴങ്ങും കൂടിയും ചേരുമ്പോഴേ മട്ടനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മട്ടൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്ക് പിടിച്ച് നല്ലൊരു സ്വാദാണ്. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പും മസാലയും എല്ലാം കൂടിയും നന്നായി പിടിക്കട്ടെ. ഒപ്പം പൊട്ടറ്റോ ഒക്കെ നന്നായി വെന്തും കിട്ടട്ടെ കേട്ടോ. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ.
10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ ദാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി അതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മട്ടനിലുള്ള എണ്ണയും നമ്മൾ ആകെ 2 ടേബിൾ സ്പൂൺ എണ്ണയല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, അതൊന്നും അധികമല്ല കേട്ടോ. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക, വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നാടൻ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്, മല്ലിയിലൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത് ഒരു 3 മിനിറ്റ് നേരം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് നമുക്ക് വഴറ്റി ഒന്നും കൂടി റോസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 3-4 പച്ചമുളകും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു പച്ചമുളകും ലാസ്റ്റ് ചേർക്കുന്ന കുരുമുളകും. പിന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഇങ്ങനെ തൂവി ഇനി ഇളക്കാതെ അങ്ങനെ അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏതിനൊപ്പവും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ, ഇന്നതെന്നില്ല. അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ, ഒരുപാട് സമയമൊന്നും ഇതിന് ആവശ്യമില്ല. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലും ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. ഈ ഒരു മട്ടൻ ചുക്ക റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള മട്ടൻ വിഭവങ്ങൾ ഇതിന് മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കെല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേറൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്